ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, എപ്പിസ്റ്റൽ ഓഫ് ജൂഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില ആഴ്ചകൾ കൊണ്ട് നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള ആ ഒരു വിഷയം, ആ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുകയാണ്. റൈറ്റ്ലി ഡിവൈഡിങ് ജൂവിഷ് എപ്പിസ്റ്റൽസ്, ഹീബ്രൂസ് ടു റെവലേഷൻസ്. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ചെറിയ കൂട്ടം, ഒരു ശേഷിപ്പ്, അവൻ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, അതായത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണത്തിന് ശേഷം ഉള്ള യഹൂദർ വീണ്ടും ദൈവം രാജ്യത്തിന്റെ പദ്ധതി ആരംഭിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ എങ്ങനെ വിശ്വാസികൾ, എങ്ങനെ യഹൂദ ശേഷിപ്പ്, ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, ദ റെമനന്റ് ഓഫ് ജൂസ്, അവരെങ്ങനെ വിശ്വാസത്തിൽ മുന്നേറണം, എങ്ങനെ അവർ അന്ത്യം വരെ പിടിച്ചു നിൽക്കണം, കഷ്ടം സഹിച്ച്. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷത്തിൽ അവരോട് പറഞ്ഞതുപോലെ, കഷ്ടം സഹിച്ച് അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുന്നവനാണ് ജീവന്റെ കിരീടം ലഭിക്കുന്നത്. അപ്പോൾ അവരോടുള്ള ഉപദേശങ്ങളാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ യാക്കോബിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനങ്ങൾ, പത്രോസിന്റെ ലേഖനങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ യൂദയുടെ ലേഖനം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന്റെ 1ഉം 2ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂദ്, ദ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്രദർ ഓഫ് ജെയിംസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പൊ വളരെ വ്യക്തമാക്കിയിട്ട് ഉണ്ട് ഇത് ജൂദാണ് എഴുതുന്നത് എന്ന്. ജൂദിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ഹി ഈസ് ദ ബ്രദർ ഓഫ് ജെയിംസ്, യാക്കോബിന്റെ സഹോദരനാണ്. ക്രിസ്തുവിന്റെ സഹോദരിമാരെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 6:3 എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ഹാഫ് ബ്രദേഴ്സിൽ ഒന്നാണ് ഈ ജെയിംസും ജൂദും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം തൊട്ട് 8-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിൽ ക്രിസ്തുവിന്റെ സഹോദരന്മാരാരും യേശുവിൽ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? വിശ്വസിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് മലയാളത്തിൽ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 3 തൊട്ട് 6 വരെയുള്ള ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോക. ആകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാര് ആരും യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ കർത്താവിൽ വിശ്വസിച്ചില്ലായിരുന്നു. മറിച്ച് കർത്താവിനെ കളിയാക്കുന്നവരും അവർക്കെതിരെ നിൽക്കുന്നവരായിരുന്നു. ഈവൻ കർത്താവിന്റെ ക്രൂശീകരണത്തിൽ ആ സമയത്ത് പോലും ഈ സഹോദരന്മാരാരും അവിടെ ഇല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ മാതാവ് മറിയയെ ആരുടെ കയ്യിലാണ് പരമേൽപ്പിച്ചത്? യോഹന്നാൻ അപ്പോസ്തലന്റെ കയ്യിലാണ് പരമേൽപ്പിച്ചത്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, മകനെ ഇതാ നിന്റെ അമ്മ.
ഇല്ലേ? അപ്പൊ പക്ഷെ ഇതൊരു വലിയൊരു തെളിവാണ്. കാരണം എന്നാന്നറിയാം, അവരെല്ലാവരും വിശ്വസിച്ചു. എപ്പോഴാണെന്നറിയാം? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് കർത്താവിന്റെ സഹോദരന്മാരും സഹോദരിമാരും കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചത്. അതൊരു വലിയൊരു തെളിവാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും കർത്താവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും ഒരു വലിയൊരു തെളിവാണ്. അടുത്ത് നമ്മൾ എഴുതുന്നത്, നമ്മൾ വായിക്കാൻ കഴിയുന്നത്, മലയാളത്തിൽ ജൂദാസ് എന്നും ഇംഗ്ലീഷിലും ജൂദാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ജൂദിന് പേര് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളല്ലായിരുന്നു, നമുക്കതറിയാം. അപ്പോൾ തന്നെ യൂദ ഇസ്കറിയോത്തിന് പകരം ഒരാളിനെ തിരഞ്ഞെടുക്കാൻ അവർ ശ്രമിച്ചപ്പോൾ വെച്ച ഒരു കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു: കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നമുക്ക് യൂദ ഇസ്കറിയോത്തിന് പകരമായിട്ട് കണ്ടെത്താം എന്ന്. അപ്പോൾ അതിന് ആരും ജൂദിന്റെ പേര് മുന്നോട്ട് പറയുന്നില്ല. കാരണം എന്താ? ഇവരെല്ലാവരും പിന്നീടാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ജൂദ് 1 അധ്യായം അതിന്റെ 17 18 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ബട്ട് ബിലവഡ്, റിമെമ്പർ ye the words which were spoken before of the apostles of our Lord Jesus Christ. അപ്പോൾ ജൂദ് തന്നെ കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായിട്ടായി എണ്ണുന്നില്ല, ഇല്ലേ? നമുക്കന്ന് വായിക്കാം. യൂദ 1:17-18 വരെ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പോൾ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ കാര്യങ്ങളെ ഓർപ്പിക്കുകയാണ്. ആ ഒരു ഗ്രൂപ്പിൽ ജൂദ് താൻ ഉൾപ്പെടുത്തുന്നില്ല. യൂദയുടെ ലേഖനവും പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായവും ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. യൂദ എടുക്കുന്ന എക്സാമ്പിൾസും പത്രോസ് എടുക്കുന്ന എക്സാമ്പിൾസും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. അത് തന്നെയല്ല, യോഹന്നാനും യാക്കോബും പറയുന്ന അനേക കാര്യങ്ങൾ യൂദ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. യൂദ ഇനിയും ആർക്കാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും നമുക്കൊന്ന് വായിക്കാം. യൂദ 1-ാം അധ്യായം 1-2 വരെ ബാക്കിയൊന്ന് നമുക്കൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. 1 പത്രോസ് 2:9 നമുക്കൊന്ന് വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അപ്പം നമ്മള് ഈ ഭാഗം പുറപ്പാട് 19-ാം അധ്യായം, ലേവ്യ പുസ്തകം 11, ആവർത്തനം 7:6 ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ഇസ്രായേലാണ്, യഹൂദരാണ് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനം, ഇല്ലേ? അന്യജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട, സാങ്ക്ടിഫൈഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ് എന്നാണ്, വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. ഇസ്രായേലിനെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, നിന്റെ സന്തതികൾ മുഖാന്തരം ഞാൻ അന്യജാതികളെയും അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ ആ ഒരു പദ്ധതി ക്രിസ്തുവിൽ എന്ത് ചെയ്തിരിക്കുക? പ്രിസർവ് ആയിരിക്കുകയാണ്. ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് ഇത് ഈ പറയുന്നത്. യൂദ എഴുതുന്നത് ഇസ്രായേലിന്റെ ചെതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് എഴുതുന്നത്. അപ്പോൾ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യൂദ 1:3 വായിക്കുമ്പോൾ there is something in common. Beloved, when I gave all diligence to write unto you of the common salvation. ഇസ്രായേലിന് രക്ഷ
ഒരു രാഷ്ട്രമായിട്ടാണ്. ഇല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അനേക യഹൂദർ വിശ്വസിച്ചു. എങ്കിലും പള്ളിപ്രമാണികൾ, പരീശന്മാർ അവരൊക്കെ എന്ത് ചെയ്തു? ദൈവരാജ്യത്തിന്റെ വാതിൽ ജനത്തിന് വേണ്ടി അടച്ചു കളഞ്ഞു. അല്ലേ? അതൊരു ഇസ്രായേലിന്റെ രക്ഷ ഒരു രാഷ്ട്രമായിട്ട്, ഒരു കോമൺ സാൽവേഷൻ ആണ്. മറിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിന് പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കോമൺ സാൽവേഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണാൻ കഴിയുകയില്ല. മറിച്ച് കോമൺ ഫെയ്ത്ത് എന്ന പദമുണ്ട്. തീത്തോസിന്റെ 1 അധ്യായം 4 വാക്യത്തിൽ എഴുതിയിരിക്കുക, ടു ടൈറ്റസ് മൈ ഓൺ സൺ ആഫ്റ്റർ ദ കോമൺ ഫെയ്ത്ത്. ഈ കൃപായുഗത്തിൽ ഓരോ വിശ്വാസികളും, ഓരോ വ്യക്തികൾക്ക് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകാൻ കഴിയുന്നത്? വിശ്വാസം നിമിത്തമാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി, അവൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് സ്നാനമേൽപ്പിക്കുകയാണ്. ഇല്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും എന്തുണ്ട്? ഒരു കോമൺ ഫെയ്ത്ത് ഉണ്ട്. ഇല്ലേ? അതേസമയം ഇസ്രായേലിന് എന്താ ഉള്ളത്? അവർക്കൊരു കോമൺ സാൽവേഷൻ ആണുള്ളത്. ഈ വ്യത്യാസം മനസ്സിലാക്കാം. അപ്പം നമുക്കറിയാം ഇതാർക്കാണ് ജൂഡ് എഴുതുന്നത്? ഇസ്രായേലിന് വേണ്ടിയാണ് എഴുതുന്നത്. അല്ലേ? നമുക്ക് ആ ഒരു വാക്യം മലയാളത്തിൽ നിന്ന് വായിക്കാം. ജൂഡ് 1:3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അവർക്കൊരു പൊതുവായുള്ള ഒരു രക്ഷയുണ്ട്. ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിലുള്ളവർക്ക് ഒരു കോമൺ സാൽവേഷൻ ആണോ? ബോഡി ഓഫ് ക്രൈസ്റ്റിലുള്ളവർക്ക് കോമൺ ഫെയ്ത്തിനാലാണ് നമ്മൾ ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗം ആകുന്നത്. എന്നാൽ ജെൻറ്റൈൽസിന്, അന്യജാതികൾക്ക് എല്ലാവർക്കും ഒരു കോമൺ സാൽവേഷൻ ഇല്ല. വിശ്വാസത്താൽ ഒരു വിശ്വാസം. അല്ലേ? പ്രൈസ് ലോർഡ്. നമുക്ക് മുന്നോട്ട് പോകാം. ദർ ഇസ് സംതിങ് ടു റിമെമ്പർ. യൂദ 1:5 നമ്മളൊന്ന് വായിക്കുമ്പോൾ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. പ്രൈസ് ലോർഡ്. യൂദ തന്റെ പ്രേക്ഷകരെ ഓർപ്പിക്കുകയാണ് എങ്ങനെ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പിന്നീട് അവിശ്വാസമുള്ളവരെ എന്ത് ചെയ്തു? ഡിസ്ട്രോയ് ചെയ്തു, നശിപ്പിച്ചു. എന്ന പോലെ യൂദ തൻ്റെ പ്രേക്ഷകരെ ഓർപ്പിക്കുക, നിങ്ങളും അന്ത്യം വരെ വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിനായി പോരാടണം, എന്നേലേ നിങ്ങൾക്ക് രക്ഷ ഉള്ളൂ. ഒരു കണ്ടീഷണൽ സാൽവേഷൻ ആണ്. അല്ലേ? അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിന് കണ്ടീഷണൽ സാൽവേഷൻ ആണോ? അല്ല. പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം. ഇല്ലേ? റോമർക്കെഴുതിയ ലേഖനം 4 അധ്യായത്തിൽ എന്താ? അഭക്തനെങ്കിലും അവന്റെ വിശ്വാസം, ആരിലുള്ള വിശ്വാസം? പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് നീതിയായിട്ട് ഇന്ന് കണക്കിടുന്നത്. അല്ലേ? നാം അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനായിരിക്കുന്നു. പക്ഷേ യൂദ എഴുതുന്ന പ്രേക്ഷകർ അവരവസാനം വരെ വിശ്വസ്തനായിരിക്കണം. അതുകൊണ്ടാണ് അവരെ ഓർപ്പിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് അനേകർ പുറത്തു വന്നു, എന്നാൽ ഇടയ്ക്ക് വിശ്വസിക്കാഞ്ഞവർ, മറുതലിച്ചവരൊക്കെ ഡിസ്ട്രോയ് ആയി. ഇല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. 2 തിമോത്തിയർ 2:13 നമ്മൾ ഞാൻ പറഞ്ഞത്. നാം നമുക്കതൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 2:13. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സ്റ്റേറ്റ്മെന്റ് പൗലോസ് പറഞ്ഞിട്ട് പറയുക, ഈ വചനം വിശ്വാസയോഗ്യമാണെന്ന്. പ്രൈസ് ദി ലോർഡ്.
ദ തീം, ഈ ജൂദയുടെ ലേഖനം 25 വാക്യമേ ഉള്ളൂ എങ്കിലും ഇതിനകത്തെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗത്തിന് എതിരെ ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ ചെറിയൊരു ഒരൊറ്റ അധ്യായമേ ഉള്ളൂ, എന്നാൽ ഈ അധ്യായത്തിൽ മനുഷ്യന്റെ വീഴ്ച, സ്വർഗമണ്ഡലങ്ങളിൽ ദൂതന്മാർ ദൈവത്തിനെതിരെ ഉള്ള മത്സരം, ഇസ്രായേൽ മക്കൾ എങ്ങനെ മിസ്രൈം വിട്ടവർ എങ്ങനെ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് എങ്ങനെ ഇസ്രായേൽ അവരുടെ മസിഹായെ തിരസ്കരിച്ചു, എന്നിട്ട് അന്ത്യകാലം ഇനിയും വരാൻ ഉള്ള യുഗത്തിലെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വീണുപോയ ദൂതന്മാർക്കും അവിശ്വാസികൾക്കും ഉള്ള ന്യായവിധി, അവരുടെ പണിഷ്മെന്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ദ തീം ഈസ് എ വാർണിംഗ് അഗെയിൻസ്റ്റ് അപ്പോസ്റ്റസി. വിശ്വാസത്യാഗത്തിനെതിരെ ഉള്ളൊരു മുന്നറിയിപ്പാണ് യൂദയുടെ ലേഖനത്തിന്റെ മുഖ്യ വിഷയം. ഈ ലേഖനത്തിൽ രണ്ടിടത്ത് നോൺ കാനനിക്കൽ ബുക്ക്, അതായത് 66 പുസ്തകം ആണല്ലോ നമ്മുടെ ബൈബിളിൽ കാനോൻ ആയിട്ടുള്ളത്. ഇതല്ലാതെ പുറത്തുള്ള അപ്പോക്രഫ എന്ന് പറഞ്ഞ ബുക്കുകളിൽ നിന്ന് 2 റെഫറൻസ് ഉണ്ട്. ഒന്ന് യൂദയുടെ ലേഖനം 1-ന്റെ 9-ാമത്തെ വാക്യം. അവിടെ നമുക്കൊന്ന് വായിക്കാം ആ ഭാഗം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഈ കാര്യം നമ്മുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ മറ്റിടത്ത്, അതായത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ഭാഗത്തിൽ ഈ ഒരു കാര്യം എഴുതിയിട്ടില്ല. ഇത് എവിടുന്നാണ് ജൂദ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ നൂറ്റാണ്ടിൽ ഒരു ജൂയിഷ് ടെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിന് പറയുന്നത് ദ അസംഷൻ ഓഫ് മോസസ്. അതൊരു അപ്പോക്രഫ ബുക്കാണ്, അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ 14-ഉം 15-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഈ ഒരു ഭാഗം ദ ബുക്ക് ഓഫ് ഏനോക്ക് 300 BC-യിൽ എഴുതപ്പെട്ട ബുക്ക് ഓഫ് ആനോക്കിൽ നിന്നാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബൈബിളിൽ ഈവൻ പൗലോസ് പോലും നോൺ കാനനിക്കൽ എക്സ്ട്രാ ബിബ്ലിക്കൽ ബുക്കിൽ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ റെഫർ ചെയ്യുമ്പോൾ ഈ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങൾ ബൈബിളിൽ റെഫർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ഈ അപ്പോഗ്രഫ ഒരു ദൈവശ്വാസമായ ഒരു ബുക്കായി മാറുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? Because the Bible refers to it, it does not automatically make those books that are those non-canonical books that are referred God inspired. പക്ഷെ ആ ബുക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്തിന്? ചില ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് നമുക്ക് അവിടുന്ന് കാണാൻ കഴിയും. ഈ ബുക്കുകൾ, ഇങ്ങനത്തെ അപ്പോക്രഫ ബുക്കുകളൊക്കെ ഒരു ഇരുണ്ട കാലയളവുണ്ടായിരുന്നു. മത്തായി സുവിശേഷവും മലാഖി ലേഖനത്തിന് ഇടയിൽ ഒരു 400 വർഷത്തെ ഒരു ഇരുണ്ട കാലം, അതിനാണ് പറഞ്ഞത് ദ ഡാർക്ക് ഏജസ് അല്ലെങ്കിൽ ദ സൈലന്റ് ഇയേഴ്സ്. ആ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യരോട് ഡയറക്റ്റ് ഇടപെട്ടിട്ടില്ലായിരുന്നു. പൗലോസ് അപ്പോസ്തലനും തീത്തോസ് 1:12 ഈ ക്രേത്തയിലെ ആൾക്കാരെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അവര് കള്ളന്മാരും പെരുവയറന്മാരുമാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എപ്പിമെൻഡിസ് എന്നുള്ളൊരു പോയറ്റ് അവരുടെ ബുക്കിൽ എഴുതിയ ഒരു കാര്യമാണ്. അത് പൗലോസ് കോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൽമൂദിലെ ഒരു കാര്യമാണ് 2 തിമോത്തിയർ 3:8 ഈ ജാനസും ജാംബ്രസും മോശെ എതിർത്തു എന്ന ആ ഒരു കാര്യം. അവരുടെ പേര് ജാനസ് ജാംബ്രസ് ഈ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ഭാഗത്തിൽ എഴുതിയിട്ടില്ല. അത് കിട്ടിയത് എവിടുന്നാണ്?
തൽമൂദിൽ നിന്നാണ് എഴുതിയത്. മുമ്പ് പറഞ്ഞതുപോലെ ബൈബിൾ മറ്റൊരു എക്സ്ട്രാ ബിബ്ലിക്കൽ പുസ്തകത്തെ റെഫർ ചെയ്യുന്നത് കൊണ്ട് ആ ബുക്കുകളെല്ലാം വിശുദ്ധ പുസ്തകമായി നമുക്ക് എടുക്കാൻ കഴിയുകയില്ല. അടുത്തത് സംതിങ് ടു ബി അവെയർ ഓഫ്. യൂദായുടെ ലേഖനം 1:4 വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂദ 1:4 ഇതൊരു വാർണിംഗ്, ഒരു അവയർനെസ് കൊടുക്കുകയാണ്. ഈ റാപ്ചറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഉള്ള യഹൂദ വിശ്വാസികളുടെ ഇടയിൽ ചിലർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അവർ ദുരുപദേശികളാണ്. അവരെന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന വാക്ക് the only and denying the only Lord God and our Lord Jesus Christ. ഈ ഒരു ഫോർമാറ്റ് ഗ്രീക്ക് സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫോർമാറ്റിനെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഇതിനാണ് പറയുന്നത് ഗ്രാൻവിൽ ഷാർപ്സ് റൂൾ എന്ന് പറയും. ആ റൂൾ പറയുന്നത്, ഇൻ ഗ്രീക്ക് when two nouns of the same case are connected by and the definite article appears before the first noun but not before the second, both nouns refer to the same person. അതായത് രണ്ട് നൗൺ, ഈ ഒരു വാക്യം തന്നെ നമുക്ക് എടുക്കാം. യൂദ 1:4 ഡിനൈങ് ദ only Lord God and our Lord Jesus Christ. ഈ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് നൗൺ ഉണ്ട്. only Lord Godും our Lord Jesus Christ. ഇത് രണ്ട് നൗൺ ആണ്. ഈ രണ്ട് നൗണിനെയും യോജിപ്പിക്കുന്ന ഒരു വേർഡ് ഇതിനാണ് പറയുന്നത് കായിന്ന് ഗ്രീക്കിൽ പറയും ആൻഡ്, ഇംഗ്ലീഷിൽ ആൻഡ് ആണ് ഇതിനെ യോജിപ്പിക്കുന്നത്. എന്നിട്ട് ഈ റൂൾ പറയുന്നത് ആദ്യത്തെ നൗണിന്റെ മുൻപിലാണ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്ന് ഉണ്ടെങ്കിൽ ഈ രണ്ട് പേരും ഒരേ വ്യക്തിയാണ്. അപ്പോൾ ആ വാക്യം വായിക്കാം. ഡിനൈങ് ദ only Lord God and our Lord Jesus Christ എന്ന് പറയുമ്പോൾ ഈ ലോർഡ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് തന്നെയാണ് ദ only Lord God എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂദ പറയുകയാണ്, ഈ അന്ത്യകാലത്ത് വരുന്ന ദുരുപദേശികൾ എങ്ങനത്തെവരാണ്? യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്, അല്ലെ? അവർ പറയും ക്രിസ്തു വെറും വഴിയാണ്, ദൈവമല്ല, വെറും ദൈവത്തിലേക്കുള്ളൊരു വഴിയാണ് എന്ന് പറയും. മനസ്സിലായി? അടുത്ത വാക്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചിട്ട് ചില എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടൈറ്റസ് 2:13 ലുക്കിംഗ് ഫോർ ദാറ്റ് ബ്ലെസ്സഡ് ഹോപ്പ് ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ്, നോക്കണേ, ദ ഗ്രേറ്റ് ഗോഡ്, ആദ്യത്തെ നൗൺ, ആൻഡ് അടുത്ത നൗൺ അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഗ്രാൻവിൽ ഷാർപ്പിന്റെ റൂൾ എന്താ പറയുന്നത്? ദ ആദ്യത്തെ നൗണിന്റെ മുൻപിലാണ് വരുന്നത് ദ ഗ്രേറ്റ് ഗോഡ്, പിന്നെ ആൻഡ്, അതിനുശേഷം രണ്ടാമത്തെ നൗൺ അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഇങ്ങനെ വരുമ്പോൾ ആ ആൻഡിന്റെ ലെഫ്റ്റിൽ പറഞ്ഞ കാര്യവും റൈറ്റിൽ പറഞ്ഞ കാര്യവും ഒരേ വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യഹോവ സാക്ഷിക്കാരെന്ത് പറയുന്നറിയാം? ദ ഗ്രേറ്റ് ഗോഡ്, പിതാവായ ദൈവവും രക്ഷകൻ യേശു ക്രിസ്തുവാണെന്ന് പറയും. അപ്പൊ ഇത് രണ്ടും രണ്ട് പേരാണെന്ന് പറഞ്ഞിട്ട് പറയും, ഇത് പിതാവിൻ്റെയും ഒരു വരവുണ്ട്, പുത്രന്റെയും ഒരു വരവുണ്ട്. പ്രിയമുള്ളവർ, നിങ്ങൾ തിരുവചനമൊക്കെയും വായിച്ചു നോക്കുമ്പോൾ പിതാവ് ഒരിക്കലും വരുന്നില്ല, ഇല്ല. പിതാവ് ഒരു വരവിനെ കുറിച്ച് ബൈബിളിൽ എങ്ങും പരാമർശിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് ബൈബിളിൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്, അല്ലേ?
അതെന്താ അവർ ചെയ്യുന്നത്? ക്രിസ്തുവിനെ ഒരു കൊച്ചാക്കുക. അതായത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ എന്ത് ചെയ്യുക? നിഷേധിക്കുക ചെയ്യുന്നത്, അല്ലേ? പിതാവിനെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ എന്നാ പിതാവിനെ കുറിച്ച് പറഞ്ഞേ? അദൃശ്യനായ ദൈവം, ആർക്കും കാണാൻ കഴിയാത്ത ആ ദൈവത്തെ പുത്രനിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്. പുത്രനാണ് നമുക്ക് വെളിപ്പെടുന്നത്. പുത്രൻ നമ്മൾ കാണുമ്പോൾ പിതാവിനെ കണ്ടതുപോലാണ്, ഇല്ലേ? അപ്പോൾ ഈ ഗ്രാൻവിൽ ഷാർപ്പ് റൂളിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ആ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 തിമോത്തിയോസിന്റെ ലേഖനം 6:15 ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. ഇത് ഒരേ വ്യക്തിയാ. ആരാ? ക്രിസ്തു. ഹെബ്രായർ 12:2 ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവന ആരാണ്? ക്രിസ്തുവാണ്, അല്ലേ? എഫേസ്യർ 6:21 തൈക്കിക്കസ് ദ ബിലവഡ് ബ്രദർ ആൻഡ് ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ ഇൻ ദ ലോർഡ്. തൈക്കിക്കസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാ? ബിലവഡ് ബ്രദറും ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ ഇൻ ദ ലോർഡ്, അല്ലേ? ഈ റൂളിന്റെ ഇമ്പോർട്ടൻസ് നമ്മളെ ട്രൈയൂണിറ്റി തെളിയിക്കുന്നൊരു, തൃത്വത്തെ തെളിയിക്കുന്നൊരു റൂളാണിത്. ടൈറ്റസ് 1:4 ഗ്രേസ്, മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ദ ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അവർ സേവിയർ. അപ്പൊ ഇവിടെ നോക്കണേ, ദ ഡെഫിനിറ്റ് ആർട്ടിക്കൽ ആദ്യത്തെ നൗണും രണ്ടാമത്തെ നൗണിന്റെയും മുൻപ് വരുമ്പോൾ അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ വ്യക്തിയാ, ഇല്ലേ? മത്തായി സുവിശേഷം 28:19 Go ye therefore and teach all nations, baptizing them in the name of the Father and of the Son and of the Holy Ghost. അപ്പൊ എവിടെല്ലാം വരുന്നോ, ആൻഡിന്റെ മുന്നിലും പുറകിലും ഉള്ള നൗൺസിന്റെ മുന്നിൽ ദാ വരുവാണെങ്കിൽ അത് എല്ലാരും വ്യത്യസ്തമായ ഇൻഡിവിജ്വൽസ് ആണ്, ഇല്ലേ? നമ്മുടെ ട്രയൂണിറ്റിയുടെ ചാർട്ട് എന്തുവാ? ദ ഫാദർ ഈസ് നോട്ട് ദ സൺ, ദ സൺ ഈസ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദ ഫാദർ. ദ ഫാദർ ഈസ് ഗോഡ്, ദ സൺ ഈസ് ഗോഡ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. ഇതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ ദ ഗോഡ് ഹെഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇസ്രായേലിനോട് പറയുക, ഇതുപോലൊരു ദൈവം മറ്റാർക്കുമില്ല. നമ്മുടെ ദൈവം, ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം ഈസ് എ യുണീക്ക് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യം, ആ ഒരു ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകും. യൂദായുടെ ലേഖനം 1:4 നമുക്ക് വീണ്ടും കടന്നു വരാം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും. കർത്താവ് എപ്പോഴേലും, അല്ലെങ്കിൽ ബൈബിളിൽ എപ്പോഴേലും ഒരു കൂട്ടരെ നിത്യനാശത്തിനായി വേർതിരിക്കുന്നുണ്ടോ? അതായത് നിത്യനാശത്തിന് വേണ്ടി ചിലരെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്തു, അങ്ങനുണ്ടോ? ഇല്ല. ദൈവവചനത്തിൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സർവീസിന് വേണ്ടിയ, സേവനത്തിന് വേണ്ടിയാണ് പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതേസമയം ഇവിടെ എഴുതിയിരിക്കുന്ന ചില പുരുഷന്മാരെ എന്ത് ചെയ്തിരിക്കുക? ഹൂ വേർ ഓഫ് ദ ഓൾഡ് ഓർഡൈൻഡ് അൺ ടു ദിസ് കണ്ടംനേഷൻ. അപ്പോൾ ദൈവം മനുഷ്യരെ പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്യുമോ? നിത്യനാശത്തിന് വേണ്ടി ചിലരെ, രക്ഷയ്ക്കായിട്ട് ചിലരെ തിരഞ്ഞെടുക്കുമോ? ഇല്ല, അങ്ങനെ തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അല്പം മുൻപോട്ട് നമുക്കൊന്ന് ചിന്തിച്ച് ചില വാക്യങ്ങളോട് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂദയുടെ ലേഖനം 6-7 നമുക്കൊന്ന് വായിക്കാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ
സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ യൂദയുടെ ലേഖനം 6ഉം 7ഉം പറയുന്നത് ചില ഏഞ്ചലിക് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. ഇത് ഉൽപ്പത്തി 6:4 നമുക്കൊന്ന് വായിക്കാം. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. Praise God. അപ്പൊ ഉൽപ്പത്തിയിൽ എന്താണ് നടന്നത്? അതായത് നോഹയുടെ കാലഘട്ടത്തിൽ എന്താണ് നടന്നത്? കർത്താവ് യേശു ക്രിസ്തു അന്ത്യകാലത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അനേക ഇടത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലം നോയയുടെ ദിവസങ്ങളിലെ പോലെ ആയിരിക്കും എന്ന്. അന്ന് എന്താണ് നടന്നത്? വീണുപോയ ദൂതന്മാർ മനുഷ്യ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർക്ക് എന്തുണ്ടായി? ശിശുക്കൾ ജനിച്ചു. അവരെങ്ങനത്തവരായിരുന്നു? വലിയ മല്ലന്മാർ, ദ ജയൻസ്, അല്ലെ, നെഫിലീംസ് ആയി മാറുകയാണ്. അല്ലെ, യോശുവ പുസ്തകത്തിൽ നമുക്ക് ഇവരെ കാണാൻ കഴിയും. അനാക്ക മല്ലന്മാർ, ഗോലിയാത്തിന്റെ സഹോദരന്മാർ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സോദോം ഗോമോറയിൽ എന്താണ് നടന്നതെന്ന് വെച്ചാൽ, അത് നമ്മൾ അത് ഭാഗം വായിക്കുമ്പോൾ ലോത്തിന് മനസ്സിലായി ഈ 2 പുരുഷന്മാർ സാധാരണ മനുഷ്യരല്ല എന്ന്. ആർക്ക് മനസ്സിലായി? ലോത്തിന് മനസ്സിലായി. ലോത്തിന് മാത്രമല്ല മനസ്സിലായ, ലോത്തിന്റെ നഗരത്തിൽ പാർത്തിരുന്ന, സോദോമിൽ പാർത്തിരുന്ന മറ്റു മനുഷ്യർക്കും മനസ്സിലായി ഈ 2 വ്യക്തികൾ, ലോത്തിനെ സന്ദർശിക്കാൻ വന്ന വ്യക്തികൾ സാധാരണക്കാരല്ല എന്നവർക്ക് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ബാലന്മാർ തൊട്ട് പ്രായമുള്ളവർ വരെ എല്ലാവരും എന്ത് ചെയ്തു? ലോത്തിന്റെ വീട്ടിൽ കയറുവാൻ ശ്രമിച്ചു. എന്നിട്ട് ലോത്തിനോട് പറയുക, ആ 2 പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടതാ. ലോത്തിന്റെ വിശ്വാസത്തിന്റെ പരീക്ഷയായിരുന്നു അവിടെ. ലോത്ത് കഥ കടച്ച് പിടിക്കുക, എന്നിട്ട് പറയുക, പുരുഷന്മാരെ അറിഞ്ഞിട്ടില്ലാത്ത 2 പെമ്മക്കൾ എനിക്കുണ്ട്. നിങ്ങൾ ഈ പെമ്മക്കളെ എടുത്തോ, ഈ പുരുഷന്മാരെ വെറുതെ വിട്ടേക്കാന്ന് പറയുക. അത് ലോത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷയായിരുന്നു. അപ്പൊ ഈ ദൂതന്മാരെന്ത് ചെയ്തു? ഈ കടന്നു വന്ന നാട്ടുകാർക്ക് ഒരു അന്ധത വരുത്തി ലോത്തിനോട് പറയുക, ഈ ദേശം വിട്ട് പോയിക്കൊള്ളുക. പിന്നീടാണ് അവിടെ തീ മഴ പെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ദൂതന്മാരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. അതുപോലൊരു കാലഘട്ടമാണ് റാപ്ചറിന് ശേഷം നടക്കാൻ പോകുന്നത്. വീണ്ടും അതേപോലെ വരും. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നറിയാമോ? ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 42-ഉം 43-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. കാൽ വിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നതുപോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അവിടെ നോക്കണേ, നമ്മൾ ചിന്തിച്ചത് സ്ട്രോങ്, അതായത് നല്ല ഉറപ്പുള്ള രാജ്യവും വലിയ ഉറപ്പില്ലാത്ത രാജ്യങ്ങളാണ് എന്ന്. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, ഈ ഇരുമ്പിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അവരെന്ത് ചെയ്യും? അവര് പുരുഷ ബീജങ്ങളോട് ഇടകലരാൻ ശ്രമിക്കും. പുരുഷ ബീജങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ബീജങ്ങൾ, ഇംഗ്ലീഷിൽ എന്തോ സീഡ് ഓഫ് മെൻ മായിട്ട് എന്ത് ചെയ്യുക? അതായത് നമ്മുടെ ഹ്യൂമൻ DNA-യുമായിട്ട് മേർജ് ചെയ്യാൻ ശ്രമിക്കും. മനുഷ്യ ബീജങ്ങളോട് ഇടകലരണമെങ്കിൽ ഈ ഇരുമ്പ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തികൾ മനുഷ്യരായിരുന്നോ? അല്ല, അവർ പൂർണ്ണ മനുഷ്യർ അല്ലായിരുന്നു. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാം ഒരു ചെറിയ കൂട്ടം ജനവുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അബ്രഹാം നേരിടുന്ന സമയത്ത് ശത്രുക്കളുടെ ഇടയിൽ ആരൊക്കെയുണ്ട്? ജയൻസായ രാജാക്കന്മാരുമുണ്ട്,
സാധാരണ മനുഷ്യരുമുണ്ട്, ഇല്ലേ? അതുപോലെ ആയിരിക്കും വരുന്ന കാലഘട്ടത്തിലും. ഡീമോണിക് ആക്ടിവിറ്റീസ് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. പക്ഷെ ഇന്ന് ഈ കൃപായുഗത്തിൽ അത് നടക്കുന്നില്ല. ഈ വീഴ്ച, അതായത് ഈ ഫോളൻ ഏഞ്ചൽസ് ഡയറക്റ്റ്ലി ഹ്യൂമൻ ബീങ്സ് ആയിട്ട് വരുന്നില്ല, ഏലിയൻസ് ആയിട്ട് വരുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയാം? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, കൃപയുടെ യുഗവും ഈ കാര്യത്തെ തടഞ്ഞിരിക്കുക. 2 തെസ്സലോനിയർ 2:6 നമുക്കൊന്ന് വായിക്കാം, 6ഉം 7ഉമേ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. Praise the Lord. ഒരു ലെവൽ ഓഫ് വിക്കഡ്നെസ് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അധർമ്മത്തിന്റെ ഒരു 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 അളവ്, അതായത് അതിന്റെ പൂർണ്ണ അളവിലേക്ക് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും കൃപായുഗവും പ്രോഫസി പ്രോഗ്രാമിന് ഒരു ടെമ്പററി സ്റ്റോപ്പ് ചെയ്തതുപോലെ ഈ ഒരു കാര്യത്തെ തടഞ്ഞിരിക്കുക. റാപ്ചറിന് ശേഷം ഇതതുപോലെ നടക്കും. നമുക്ക് ഈ ഒരു ചാർട്ട് നമുക്ക് കാണാം, ഒന്ന് നോക്കാം. ഇതാണല്ലോ നമ്മുടെ റൈറ്റ് ഡിവിഷന്റെ ചാർട്ട്. പ്രവചന പദ്ധതി, നിഗൂഢ പദ്ധതി. ഈ കൃപയുഗം അവസാനിക്കുന്നത് സഭയുടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉത്പ്രാവണത്തിന് കൊണ്ടാണ്, ഇല്ലേ? അതിനുശേഷം വീണ്ടും രാജ്യത്തിന്റെ പദ്ധതി നടക്കും. ഈ കറുത്ത ഈ ഒരു പോർഷനാണ് അതായത് ഈ കഷ്ടത, പീഡനത്തിന്റെ കാലം, ദാനിയേലിന്റെ 70ാമത്തെ ആഴ്ച. അതിന് 2 ഭാഗങ്ങളുണ്ട്, ഇല്ലേ? മധ്യഭാഗം, അതായത് 1260 ദിവസം 2 ഭാഗമായിട്ട് വെച്ചിരിക്കുക. ടോട്ടൽ 7 ഇയേഴ്സ്. 3.5 വർഷം ആദ്യവും പിന്നെ 3.5 വർഷം. രണ്ടാമത്തെ 3.5 വർഷമാണ് മഹാപീഡനം. അപ്പോൾ ഈ മധ്യഭാഗത്ത് എന്താണ് നടക്കുന്നതെന്ന് വെളിപ്പാട് പുസ്തകം 12:7 തൊട്ട് 12 വരെയുള്ള ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അത്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടു കളഞ്ഞുവല്ലോ. അവർ അവന്റെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ വാക്യം മനസ്സിലാകുന്നുണ്ടല്ലോ. 12ാം അധ്യായം, റെവലേഷൻ 12ാം അധ്യായമാണ് ഈ പീഡനകാലത്തിന്റെ മധ്യഭാഗം. അവിടെ എന്താണ് നടക്കുന്നത്? സ്വർഗത്തിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്, അല്ലെ? മീഖായേൽ തൻ്റെ സൈന്യവും സാത്താനും തൻ്റെ സൈന്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുക. എന്നാൽ മീഖായേലും കൂട്ടരും ജയിച്ചു. സാത്താനും സൈന്യത്തെയും ആ പഴയ സർപ്പത്തെയും വെട്ടി എവിടാണ് ഇട്ടത്? ഈ ഭൂമിയിലേക്കാണ് ഇട്ടത്, ഇല്ലേ? ആ നിമിഷം മുതൽ സ്വർഗത്തിൽ സ്വർഗരാജ്യം വെളിപ്പെടുകയാണ്. അതായത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വീണുപോയ ദൂതന്മാരുടെ സ്ഥാനങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഏറ്റെടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് സ്വർഗനിവാസികളെ നിങ്ങൾക്ക് ആനന്ദം എന്ന് പറഞ്ഞ്, ഭൂമി നിവാസികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കാരണം എന്താ? ഈ പിശാചുക്കൾ, വീണുപോയ ദൂതന്മാർ ആളത്തമായിട്ട് ഭൂമിയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, ഭൂമണ്ഡലത്തിൽ ആ കാലഘട്ടത്തിൽ 2 വിധത്തിലെ ദുരുപദേശികളുണ്ട്. ഒന്ന്, സാധാരണ മനുഷ്യർ, അനേക കൾട്ട് ലീഡേഴ്സ്, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ. ഈ എല്ലാ കൾട്ട് ലീഡേഴ്സിനും ഇന്ന് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അവരുടെ ലീഡറായ വ്യക്തികൾ
ദൂതനെ കണ്ടു എന്ന് മോർമോന്റെ ആൾക്കാർ പറയുന്നത്. മോറോണി എന്ന് പറഞ്ഞൊരു ദൂതൻ ജോസഫ് സ്മിത്തിന് വെളിപ്പെട്ടെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ വീണ ദൂതന്മാരെല്ലാവരും ഈ ഭൂമിയിൽ ആളത്തമായിട്ട് വന്നു വീഴുമ്പോൾ എന്തോ ആയിരിക്കും അവസ്ഥ? അപ്പോൾ ഒന്ന്, സാധാരണ മനുഷ്യർ ദുരുപദേശത്തിൽ വീണു പോയവർ. എന്നാൽ അവർ സത്യവചനം കേട്ടാൽ അവർക്ക് വിശ്വസിക്കാൻ ഒരു അവസരമുണ്ട്. രണ്ടാമത്തെ കൂട്ടർ എന്താണെന്നറിയാം? ഫോളൻ ഏഞ്ചൽസ്. വീണുപോയ ദൂതന്മാർ ഈ ഭൂമണ്ഡലത്തിലുണ്ട്. അവരുടെ ഈ ഫോളൻ ഏഞ്ചൽസിന്റെ ഒരു ചില ഒരു സവിശേഷത ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, ഹെബ്രായ ലേഖനകർത്താവ് ചെറിയ കൂട്ടം ഇസ്രായേൽ മക്കളോട് പറയുക, ശേഷിപ്പിനോട് പറയുക, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? സ്നേഹിക്കണം, സഹകരിക്കണം, സേവനം ചെയ്യണം. നമുക്കതൊന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ച് കേൾക്കാം. അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് നോക്കണേ, അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിക്കുക. പക്ഷെ അതെങ്ങനെയാണ് കഴിയുന്നത്? കാരണം ഈ ദൈവദൂതന്മാർ മനുഷ്യരെ പോലെ വന്നു, എക്സാക്ട് ഹ്യൂമൻ പോലെ. അവരറിഞ്ഞില്ല അവരാർക്കാണ് സേവനം ചെയ്യുന്നതെന്ന്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുക, ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സേവനം ചെയ്തതുപോലെ നിങ്ങൾ അന്യോന്യം സേവനം ചെയ്യണം, അന്യോന്യം സ്നേഹിപ്പീൻ. ഇത് തന്നെയാണ് യോഹന്നാന്റെ കൽപ്പന. അന്യോന്യം നിങ്ങൾ സ്നേഹിക്കുന്നതാൽ നിങ്ങൾ ദൈവമക്കൾ എന്ന് അറിയുന്നു, അല്ലേ? 2 കൊരിന്ത്യർ 11-14 വരെയുള്ള ഭാഗം ഒന്ന് വായിക്കാം. ഇത് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. സാത്താനും താനും ഒരു വെളിച്ചദൂതന്റെ വേഷത്തിൽ വന്നു, ഇല്ലേ? 2 കൊരിന്ത്യർ 11-14-15. അപ്പൊ സാത്താന്റെ ആൾക്കാർ, നമുക്കത് മലയാളത്തിൽ ഒന്ന് വായിക്കാം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തിയാൽ മുൻ നിയമിച്ചിരിക്കുക. അവരുടെ അവസാനം എങ്ങനത്തെ? ആരാ? ഫോളൻ ഏഞ്ചൽസ് നല്ല നീതി പ്രവർത്തികളായിട്ട് കയറി വരും. മനസ്സിലാകുന്നുണ്ടോ? ഇവരെ കുറിച്ചാണ് യൂദ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ചിലർ നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവരുടെ അന്ത്യം ആദ്യം മുതലേ നിശ്ചയിച്ചിരിക്കുന്നതാണ്, അല്ലേ? ഫോളൻ ഏഞ്ചൽസ് മനുഷ്യരെ പോലെ, സാധാരണക്കാരെ പോലെ വളരെ നീതി പ്രവർത്തിക്കുന്ന മിനിസ്റ്റേഴ്സ് ഓഫ് റൈച്ചസ്നെസ്, അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ഇവരുടെ ഇടയിൽ കയറി വരും. അവരെ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് യൂദ പറയുന്നത്. അപ്പോൾ ഈ റാപ്ചറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ചിലർ ദൂതന്മാരെ അറിയാതെ ശുശ്രൂഷിച്ചു. അപ്പോൾ ആക്ച്വലി കൽപ്പന എന്തുവാ? ദൂതന്മാരോട് ശുശ്രൂഷിക്കല്ലെന്നാണ് പറയുന്നത്, അല്ലേ? ദൂതന്മാരെ ശുശ്രൂഷിക്കല്ലേ, പക്ഷെ അന്യോന്യം സഹകരിക്കണം. നമുക്ക് ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ച് നമുക്കൊന്ന് യൂദയുടെ ലേഖനം 8-13 വരെയുള്ള വാക്യം നമുക്ക് ഓടിച്ചെന്ന് വായിക്കാം. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്നു പറഞ്ഞതേയുള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം! അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞുകിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞു ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കൽത്തിരകൾ,
സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. കണ്ടോ? എന്താണ് അവിടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിക്കാം. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. അതാ ഫോളൻ ഏഞ്ചൽസ് ആണ് അല്ലേ? ആ കാലഘട്ടത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർസ് ഓഫ് ദ ഹെവൻ വിൽ ഫോൾ അല്ലേ? അനേകം നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും. അപ്പോൾ അടുത്ത കാര്യം ഇവിടെ എഴുതിയിരിക്കുന്ന എറർ ഓഫ് കൈൻ. അതെന്താണ്? സ്വന്തം പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആശ്രയിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സ്വയനീതിയിൽ ആശ്രയിക്കുന്നതാണ് കൈനിന്റെ വീഴ്ച. ബലയാമിന്റെ ദുരുപദേശം എന്തുവാണ്? ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം വിട്ട് പ്രോസ്പെരിറ്റിയുടെ പുറകെ ഓടുകയാണ്. പ്രോസ്പെരിറ്റി, വെൽത്ത്, അതിൻ്റെ പുറകെ ഓടുന്നവർ. കോരഹിന്റെ ദുരുപദേശം എന്തുവാ? ആത്മീക മത്സരം. മോശയോട് ചോദിക്കുകയാണ്, നിന്നോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ? ഞങ്ങളോടും സംസാരിക്കുന്നുണ്ട്. ഞാനും പ്രാപിച്ചു ചില ആലോചനകൾ, ഞാനും കണ്ടു ചില ദർശനങ്ങൾ. ഇതാണ് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന കാലഘട്ടം. ഇത് പല ഇടങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാവുന്നുണ്ട്, ദ വണ്ടറിങ് സ്റ്റാർസ് ഫോർ ഹൂം ഈസ് റിസർവ്ഡ് ദ ബ്ലാക്ക്നെസ് ഓഫ് ഡാർക്ക്നെസ് ഫോർ എവർ. നമുക്ക് അടുത്ത ജൂഡ് സ്പീക്സ് അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി പൗലോസ് എഴുതുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്തുവാണ്? കർത്താവിന്റെ രഹസ്യവരവ് അല്ലേ? അതേസമയം യൂദയുടെ ലേഖനം 14 തൊട്ട് 16 വരെ ഉള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പു പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. അപ്പോൾ യൂദ ഈ കാര്യം പറയുമ്പോൾ കർത്താവിന്റെ ഏത് വരവിനെ കുറിച്ചാണ് പറഞ്ഞത്? ന്യായവിധിക്ക് വരുന്ന വരവ് ഇല്ലേ? ഒലിവ് മലയിൽ വരുന്ന വരവിനെ കുറിച്ചാണ് പറയുന്നത് ഇല്ലേ? നമുക്ക് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18 തൊട്ട് 20 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം മലയാളത്തിൽ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അപ്പൊ കർത്താവ് യേശുക്രിസ്തു നസറേത്തിലെ സിനഗോഗിൽ വന്നു. പതിവ് പോലെ യേശുക്രിസ്തുവിന് അവർ പുസ്തകം കൊടുത്തപ്പോൾ യെശയ്യാവിന്റെ ചുരുളെടുത്തിട്ട് യെശയ്യാ 66:1 തൊട്ട് 2 വരെയുള്ള വാക്യമാണ് വായിച്ചത്. പക്ഷെ നോക്കണേ, കർത്താവ് ഇടയ്ക്ക് വെച്ച് നിർത്തി പുസ്തകം അടച്ച് കയ്യിൽ കൊടുത്തു. ഏത് ഭാഗമാണ് കർത്താവ് വായിക്കാതിരുന്നെന്നറിയാം? യെശയ്യാ 61 1ഉം 2ഉം വാക്യം ഒന്ന് വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും. കണ്ടോ? യഹോവയുടെ പ്രസാദ വർഷം ഘോഷിപ്പിക്കാൻ എന്നുള്ള വാക്കുകൊണ്ട് കർത്താവ് അവിടെ യെശയ്യായുടെ ചുരുള് പുസ്തകം അടച്ചിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു. വായിക്കാഞ്ഞത് എന്തുവാ? നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം. കാരണം കർത്താവായ യേശുക്രിസ്തു ആദ്യം വന്നത് അല്ലെ, ബേത്ലഹേമിൽ വന്നത് ദൈവത്തിന്റെ പ്രസാദകാലം ഘോഷിക്കാനാണ്. പക്ഷെ ഇനിയും രണ്ടാമത് ഒലിവ് മലയിൽ വരുന്നത് പ്രതികാര ദിവസവുമായിട്ടാണ്. അപ്പോൾ യൂദ ആർക്കാണ് എഴുതുന്നത്? ഇസ്രായേൽ പ്രവചന പദ്ധതിയുടെ ഭാഗമാണ് ഇല്ലേ?
ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ദ ടൈമിംഗ് ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഏഞ്ചൽസ്. ഈ ദൂതന്മാരുടെ ന്യായവിധിയുടെ സമയം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 19-20, 21 വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് വേഗം ഒന്ന് വായിക്കാം. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇത് കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ നടക്കുന്ന കാര്യമാണ്, ഇല്ലേ? ഒലിവ് മലയിൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ആന്റൈ ക്രൈസ്റ്റ് നെയിം, ദ ഫോൾസ് പ്രോഫിറ്റ്സ് നെയിം, ദ ഫോൾസ് ഏഞ്ചൽസ് നെയിം എല്ലാവരും എന്ത് ചെയ്തു? ദൈവം ദ ലേക്ക് ഓഫ് ഫയറിലേക്ക് ഇട്ട് കഴിയുകയാണ്. അതേസമയം ആ വലിയ ഡെവിളിനെ, പഴയ സർപ്പത്തെ എന്ത് ചെയ്യുകയാണ്? ബന്ധിച്ചിരിക്കുകയാണ്. 1000 വർഷത്തേക്ക് ബന്ധിച്ചിരിക്കുക. ഇനിയും വെളിപ്പാട് 20-10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് അർമ്മഗദയോൻ യുദ്ധം കഴിഞ്ഞ് നടക്കുന്ന സംഭവമാണ്. നോക്കാം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. നോക്കണം, ആ വാക്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വലിയ സാത്താനെ തീപ്പൊയ്യയിലേക്ക് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് അർമ്മഗദയോൻ യുദ്ധത്തിന്റെ അവസാനം തള്ളിക്കളയുമ്പോൾ ആ തീക്കുണ്ടത്തിൽ ആര് കിടപ്പുണ്ട്? ഓൾറെഡി ഫോൾസ് പ്രോഫറ്റും ആന്റൈ ക്രൈസ്റ്റും ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. അവർ ഈ 1000 വർഷം അവിടെ കിടന്നപ്പോൾ അവർ നശിച്ചു പോയോ? ഇല്ല. ഇന്ന് വലിയൊരു ദുരുപദേശമുണ്ട്, അതായത് നരകം എന്ന് പറഞ്ഞ സാധനം ഇല്ല. നരകത്തിലോട്ട് ചെല്ലുമ്പോഴത്തേനെ മനുഷ്യർ കത്തിയെരിഞ്ഞ് ഇല്ലാതായി തീരുകയാണെന്ന് പറയും. അങ്ങനല്ല. നരകം എന്നേക്കുമുള്ളൊരു പീഡന സ്ഥലമാണ്. 1000 ആണ്ട് വർഷവും ഈ അർമ്മഗദയോൻ യുദ്ധം കഴിഞ്ഞ് വലിയ സാത്താനെ ഇട്ടപ്പോൾ അവൻ എന്താ കണ്ടത്? അതിനകത്ത് ഓൾറെഡി കിടക്കുന്നുണ്ട് വീണുപോയ ദൂതന്മാരും കള്ളപ്രവാചകനും ആന്റൈ ക്രൈസ്റ്റും അവിടെ ഓൾറെഡി കിടന്ന് യാതന തീയിൽ കിടക്കുകയാണ്. ഒരു വാക്യം കൂടെ ക്ലാരിഫൈ ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 28 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പ്രിറ്ററിസം എന്ന് പറഞ്ഞൊരു ഉപദേശമുണ്ട്. അവർ പറയും ഇങ്ങനെ റാപ്ചറോ 1000 ആണ്ട് വാഴ്ചയോ അങ്ങനൊന്നുമില്ല. ഇനിയും കർത്താവിന്റെ ഒരൊറ്റ വരവേ ഉള്ളൂ. ആ വരവെങ്കിൽ എല്ലാവരും, കല്ലറയിൽ കിടക്കുന്നവർ എല്ലാവരും എഴുന്നേൽക്കും. ചിലർ അത് നേരെ എന്താ പറയുന്നത്, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിലേക്കാണ് പോകുന്നത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതിനാണ് പറയുന്നത് പ്രിറ്ററിസം. അവർ പറയും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് പറയും, അല്ലേ? പക്ഷേ ഈ സംഭവം എന്നാണ് നടക്കുന്നത്? യോഹന്നാൻ 5-28-29 വാക്യം, ഇത് ഗ്രേറ്റ് വൈറ്റ് ത്രോണിന്റെ സമയത്ത് നടക്കുന്ന കാര്യമാണ്. നോക്കണം, ഈ 1000 ആണ്ട് വാഴ്ചയിൽ അനേക സാധാരണ മനുഷ്യരുണ്ട്, നമ്മളെപ്പോലെ ലൈക്ക് ജഡത്തിലുള്ള അനേക മനുഷ്യരുണ്ട്. വലിയൊരു പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്. ആ സമയത്തും രാജ്യത്തിന്റെ സുവിശേഷം കേട്ട് നല്ല പ്രവൃത്തി ചെയ്ത് മരിച്ച അനേകരുണ്ട്. തിന്മ ചെയ്ത് മരിച്ചവരുമുണ്ട്. വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണ് അവരെല്ലാവരും എഴുന്നേറ്റ് ഉയർത്തു വരും. നല്ല പ്രവൃത്തി ചെയ്ത്. ഓർക്കണേ, പത്രോസ് അപ്പോസ്തലൻ എന്താണ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് പ്രസംഗിച്ചത്? ലോകമെങ്ങും യഹോവയെ ഭയപ്പെട്ട് നല്ല പ്രവൃത്തി ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഭാഗമാണ്. ആ കാര്യമാണ് നടക്കുന്നത്. അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ മരിച്ചുപോയ വിശ്വാസികൾ ഒക്കെ എഴുന്നേക്കും. അവരെഴുന്നേക്കുന്ന എന്തിനാണ്?
പ്രതിഫലത്തിന് വേണ്ടിയാണ്. അന്ന് അവിശ്വാസികളായിട്ട് ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ട് പോലും തിരസ്കരിച്ച് കളഞ്ഞവരാ അവരെല്ലാവരും നിത്യശിക്ഷാവിധിക്കായിട്ട് എഴുന്നേൽക്കും. അത് 1000 ആണ്ട് വാഴ്ചയുടെ കഴിഞ്ഞ് വെള്ളസിംഹാസനത്തിന് മുൻപിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് വേഗം മുൻപോട്ട് പോകാം. യൂദ 17 തൊട്ട് 19 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത്, "But beloved, remember ye the words which were spoken before of the apostles of our Lord Jesus Christ." യൂദ ഓർപ്പിക്കുന്ന ആരെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്? തൻ്റെ പ്രേക്ഷകരെ, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ കുറിച്ചാണ്, അവരുടെ ഉപദേശത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്, അല്ലേ? യൂദായുടെ ലേഖനം 2 പത്രോസ് 2-ാമത്തെ അധ്യായമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് മുൻപോട്ട് നോക്കാം. യൂദ 20 തൊട്ട് 23 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, ഇല്ലേ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുക. അതേത് പ്രാർത്ഥനയാണ്? രാജ്യത്തിൻ്റെ വിശുദ്ധന്മാർക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്തുവാ കർത്താവ് പഠിപ്പിച്ചു കൊടുത്തത്? ദ ലോർഡ്സ് പ്രേയർ. നമുക്കതൊന്ന് ഓടിച്ചെന്ന് വായിക്കാമേ. മത്തായി സുവിശേഷം 6:9 തൊട്ട് 13 വരെയുള്ള വാക്യം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഈ പ്രാർത്ഥന കണ്ടോ? ഇതിനകത്ത് എങ്ങനെയാണ് പാപക്ഷമ? മറ്റുള്ളവരെ അവർ ക്ഷമിക്കുന്നത് പോലെയാണ് അവരുടെ പാപവും ക്ഷമിക്കപ്പെടുന്നത്, ഇല്ലേ? നിന്റെ രാജ്യം വരണം. ഏതാണ്? ഈ മഹോപതത്തിൽ കൂടി കടന്നു പോകുന്ന ചെറിയ കൂട്ടം ഇസ്രായേൽ മക്കളുടെ പ്രത്യാശ എന്താണ്? ദൈവത്തിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും വരണം എന്നാണ്. അതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന്. ഈ ഹിതപ്രകാരം പ്രാർത്ഥിക്കണം. അതേസമയം പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിന് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ദൈവവചനത്തിൽ വേരൂന്നി വളരണം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം, സുവിശേഷത്തിന് വേണ്ടി വാതിൽ തുറന്നു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം നമുക്ക് കടക്കാം. യൂദ, there is something to look for and something to fear. 21 തൊട്ട് 23 വരെയുള്ള വാക്യം വായിക്കാം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പേൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പേൻ. കണ്ടോ? ഇവർക്ക് എന്ത് വേണം? They have to keep themselves in the love of God. അവർ അന്ത്യം വരെയും എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം, വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിൽക്കണം. അപ്പോൾ തന്നെ അന്യോന്യം സ്നേഹിക്കണം. അപ്പോൾ തന്നെ തെറ്റിലും ദുരുപദേശത്തിലും ആയ ചിലരെ വളരെ ഭയത്തോടുകൂടി അവരെ രക്ഷിക്കണം. എന്തുകൊണ്ടത് ഭയത്തോടുകൂടി രക്ഷിക്കാൻ എന്ന് പറഞ്ഞത്? മറ്റുള്ളൊരു ദുരുപദേശത്തിൽ അല്ലെങ്കിൽ ഒരു പാപപ്രവൃത്തിയിൽ അകപ്പെട്ടു പോയൊരു വ്യക്തിയെ രക്ഷിക്കുന്ന ഇടയിൽ, അഥവാ ഈ രക്ഷിക്കുന്ന വിശ്വാസി പോലും അഥവാ ആ പാപത്തിൽ അകപ്പെട്ടു പോയാൽ ഈ രക്ഷിക്കുന്ന വ്യക്തിയുടെ രക്ഷയും എന്ത് ചെയ്യും? നഷ്ടമായി പോകും. അങ്ങനെയാണോ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞത്? അല്ല, ഇല്ലേ? നമ്മളെ എന്നേക്ക് കർത്താവിൻ്റെ വരവോളം നമ്മൾ എന്ത് ചെയ്തിരിക്കുക? വീണ്ടെടുപ്പിനാൾ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. നോക്കണേ, എപ്പോൾ ലുക്കിംഗ് ഫോർ ദ മേഴ്സി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എപ്പോഴാണ് കർത്താവിൻ്റെ കരുണയുടെയും കൃപയുടെയും ആത്മാവ് പകരപ്പെടാൻ പോകുന്നത്? സക്കറിയ പ്രവചനം 12:10 നമുക്കൊന്ന് വായിക്കാം.
ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് കരുണയുടെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, മാനസാന്തരത്തിന്റെ ആത്മാവ് ഇസ്രായേൽ മക്കളുടെ മേൽ പകരപ്പെടാൻ പോകുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിലേക്ക് വരുമ്പോൾ ആണ് ആ ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ നോക്കണേ, ഇത് ആർക്കാണ് എഴുതിയിരിക്കുന്നത്? ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, ദ റെമനന്റ് ഓഫ് ജൂയിഷ് ബിലീവേഴ്സ്. അവസാനത്തെ വാക്യം യൂദ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. 24-25 വാക്യത്തിൽ വളരെ ഡെപ്തായിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് യൂദ എഴുതിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ വചന സ്റ്റഡി നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നു എന്ന്. ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.